അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ നിലാവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കാൻ പുറപ്പെടുമ്പോൾ ഓടി വന്ന് വെള്ളപ്പാത്രം എടുത്തു കൊടുക്കുന്ന ഒരു സ്വഹാബി റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതപ്പെട്ടു. രാത്രി വളരെ വൈകിയാണ് റബീഅ ഉറങ്ങാൻ കിടന്നത്. അപ്പോൾ ഇപ്പോഴും ഉറക്കമിളച്ച് നിൽക്കുകയാണോ? നീ ഉറങ്ങിയില്ലേ റബീഅത്തെ? ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്ക് നീ ഇങ്ങനെ ഓടി വന്നു. ആ വിനീതദാസനായ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു, നബിയെ, രാത്രിയിൽ അങ്ങ് എഴുന്നേൽക്കുമ്പോൾ സഹായിക്കാൻ ആളില്ലാതെ ബുദ്ധിമുട്ടരുത് എന്ന് കരുതി ഞാനിങ്ങനെ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അങ്ങേക്ക് എന്ത് വേണമെങ്കിലും എപ്പോഴും ഒരു സഹായം നൽകാൻ ഈ ഒരു സ്നേഹത്തിൻ്റെ, ഈ ഒരു വാത്സല്യത്തിൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സും കണ്ണും നിറഞ്ഞുപോയി. ഉടനെ ഏതൊരു സ്നേഹപാത്രത്തിൻ്റെയും ഉള്ളിൽ നിന്ന് വരുന്ന നിറഞ്ഞൊഴുകുന്നൊരു വികാരത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയുന്നു, സൽ യാ റബിയ, ചോദിച്ചോളൂ റബിയത്തെ, നിനക്കെന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം, ചോദിച്ചാൽ ലഭിക്കും. എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന കേന്ദ്രത്തിൽ നിന്നാണ് ഈ അനുവാദം. ഉടനെ റബീഅ എന്ന് പറയുന്ന ബുദ്ധിമാനായ സ്വഹാബി, അംഹിൽനി യാ റസൂലല്ലാഹ്, എനിക്കല്പം സാവകാശം തരാം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നർത്ഥത്തിൽ അല്പം കഴിഞ്ഞ് പ്രതികരിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോട് ഒന്നിച്ചുള്ള സീറ്റാണ് എനിക്ക് ആവശ്യം. സ്വർഗത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ഒരിടം നൽകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദ്യത്തിൻ്റെ, ആ നൽകേണ്ട ഉത്തരത്തിൻ്റെ ഗൗരവവും ഗാംഭീര്യവും ഓർമ്മപ്പെടുത്താൻ, ബോധ്യപ്പെടുത്താൻ, അവഗൈറദാക യാ റബീഅ, വേറെതെങ്കിലും പോരെ, ഇനി അത്ര ഓപ്ഷൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റബീഅ പറഞ്ഞു, മറ്റൊന്നും വേണ്ട, ഇതിൽ കുറഞ്ഞതൊന്നും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാൻ ഏറ്റെടുക്കുകയാണ്. ഞാനത് അല്ലാഹുവിൽ നിന്ന് വാങ്ങിത്തരാം, പക്ഷേ അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, അഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, ഞാനത് നേടിത്തരുന്നതിന്, നിങ്ങൾക്ക് സ്ഥാപിച്ചു തരുന്നതിന് നിങ്ങൾ ധാരാളം സുജൂദ് ചെയ്ത് എന്നെ സഹായിക്കും. അപ്പോൾ സുജൂദ് ചെയ്തുകൊണ്ടാണ് ഇത്ര വലിയൊരു പവറും സ്ഥാനവും സ്വർഗത്തിൽ നിങ്ങൾക്ക് നേടാനുള്ളത്. നിങ്ങൾ ധാരാളം നോമ്പ് നോക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാമായിരുന്നു. നിസ്കാരം കൊണ്ട് രാത്രിയെ നിങ്ങൾ നിരതരാക്കണം എന്ന് പറയാമായിരുന്നു. മറ്റേതെങ്കിലുമൊക്കെ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് സ്വർഗം നൽകാമെന്ന് പറയുന്നതിനു പകരം മുത്തുനബിയുടെ തിരുവചസ് സുജൂദുകൾ വർദ്ധിപ്പിക്കൂ, എന്നിട്ട് ആ ഉന്നതമായ സ്ഥാനം നേടും. സുജൂദ് വലിയൊരു ഇബാദത്താണ്. സുജൂദ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാകുന്ന മുഖവും നെറ്റിയും ഭൂമിയിൽ വെക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പേരാണ് സുജൂദ്, സാഷ്ടാംഗം എന്ന് പറയുന്നത്. ഒരടിമ മറ്റൊരടിമയുടെ മുന്നിലും ഒരു മനുഷ്യൻ്റെ മുന്നിലും തലകുനിക്കാറില്ല. ഞാൻ ആരുടെ മുന്നിലും തലകുനിക്കൂല എന്നല്ലേ സാധാരണ വീമ്പ് പറയുന്നവർ പറയുക. അല്ലെങ്കിലും മറ്റൊരാളുടെ മുമ്പിൽ തല താഴ്ത്തുന്നത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു പ്രകൃതമാണ്. അങ്ങനെയാണത്. കാരണം തലയെന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനമുള്ള അവയവമാണ്. മുഖം വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുന്ന നമ്മുടെ അവയവമാണ്.
അനിവാര്യ ഘട്ടങ്ങളിൽ നമുക്ക് വൃത്തിയാവാൻ, നമ്മുടെ വ്യക്തിത്വം പ്രദർശിപ്പിക്കാൻ കണ്ണാടിയുടെ മുമ്പിൽ മുഖം വൃത്തിയാക്കാനാണ് നമ്മൾ സമയം ചെലവഴിക്കുക, അല്ലേ? പെണ്ണ് കാണാൻ പോകുന്ന ചെറുപ്പക്കാരൻ കയ്യോ കാലോ അല്ലല്ലോ കണ്ണാടിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, മുഖമാണ്. ആ മുഖത്ത് വൃത്തികേടായ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി, സൗന്ദര്യമുണ്ട് എന്ന് വിലയിരുത്തി, എന്നിട്ടാണ് നമ്മളൊക്കെ പുറത്തേക്കിറങ്ങുക. എന്തുകൊണ്ടാണ്? മുഖത്തിനും തലയ്ക്കും ആളുകൾ പരസ്പരം ദർശിക്കുന്നത്, വ്യക്തിത്വം അളക്കപ്പെടുന്നത്, ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ശ്രേഷ്ഠ അവയവമായി പരിഗണിക്കപ്പെടുന്നത് മുഖമാണ്, തലയാണ്. ഉറപ്പാണ്. ശരീരത്തിലെ ഉയർന്ന ഭാഗമാണല്ലോ തല. അത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് വേണ്ടി മാത്രം ഭൂമിയിൽ അമർത്തി വെക്കുന്ന ആ ഒരു പ്രത്യേകമായ രംഗമാണ് സുജൂദ്. അതിന് അള്ളാഹു നല്ല മാർക്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നിസ്കാരമാണ്. ആ നിസ്കാരത്തിലെ ഏറ്റവും പവിത്രമായ, അഫ്ളലായ, ശ്രേഷ്ഠമായ ഘട്ടം അവൻ്റെ നെറ്റി ഭൂമിയിൽ വെക്കുന്ന ഘട്ടമാണ്. അഖ്റബുമായി യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഹദീസിൽ അത് പരാമർശിക്കുന്നു. ഒരടിമ ഉടമയുമായി ഏറ്റവും അടുക്കുന്ന നിയറസ്റ്റ് പൊസിഷൻ അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ഒരടിമ ഉടമയുമായി ഏറ്റവും സ്വകാര്യമായി ബന്ധപ്പെടുന്നത് അവൻ സുജൂദിലായിരിക്കെയാണ്. എത്രമാത്രം അർത്ഥഗർഭമാണ്. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ മുഅ്മിൻ യസ്ജുദു സജദ. ഒരു മുഅ്മിനും ഒരു സുജൂദും നിർവഹിക്കുന്നില്ല. ഓരോ സുജൂദിലൂടെയും അവൻ്റെ തെറ്റുകൾ മുഴുവനും മായ്ക്കപ്പെട്ടിട്ട് അവൻ്റെ പാരിത്രിക ലോകത്ത് ഓരോ പദവിയും ഉയർത്തപ്പെട്ടിട്ടല്ലാതെ, സുജൂദ് ചെയ്യുമ്പോഴൊക്കെ അതിനനുസരിച്ച് അവൻ്റെ പാപങ്ങൾ കൊയ്തു കളയും. ഓരോ പദവിയും പാരിത്രിക ലോകത്ത് വർദ്ധിക്കുന്നു. സുജൂദുകൾ ധാരാളം ചെയ്യുന്ന ആളുകൾക്ക് പാരിത്രിക ലോകത്ത് ആഖിറത്തിൽ വലിയ പദവി ലഭിക്കും. റബീഅ റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്നർത്ഥം. സുജൂദ് സാഷ്ടാംഗം നിസ്കാരത്തിലും അല്ലാത്തപ്പോഴുമുണ്ട്. പ്രധാനമായും 3 സുജൂദാണ് നാം പഠിക്കേണ്ടത്. ഒന്ന്, നിസ്കാരത്തിൽ മാത്രമുള്ള സുജൂദ്. നിസ്കാരത്തിൽ നിർബന്ധമായ, നിസ്കാരത്തിലെ സുജൂദിന് പുറമെ നിസ്കാര സമയത്ത് എക്സ്ട്രാ നമ്മൾ നിർവഹിക്കുന്ന സുജൂദാണ് സുജൂദു സഹ്വ്. സഹ്വിൻ്റെ സുജൂദ്, മറവിയുടെ സുജൂദ്. നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നുപോയാൽ, അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യം മറന്നു ചെയ്താൽ, അബാദ് സുന്നത്തുകളിൽ നിന്ന് വല്ലതും മറന്നുപോയാൽ, സ്ഥാനം മാറി ചെയ്തു പോയാൽ, പറഞ്ഞു പോയാൽ, ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ മറന്നുകൊണ്ട് നിർവഹിച്ചാൽ ബാത്തിലായി പോകുന്ന കാര്യം മറന്നു ചെയ്താൽ, ഉദാഹരണത്തിന് ചില വിഷയങ്ങൾ സംശയിച്ചാൽ, 3 or 4 റക്അത്ത്, 4ാം റക്അത്തിൽ സംശയിക്കുന്നു, ഇത് 4ാമത്തേതാണോ 3ാമത്തേതാണോ, 3 എന്ന് ഉറപ്പിച്ച് വീണ്ടും ഒരു റക്അത്ത് നിർവഹിച്ച് ശേഷം സഹവിൻ്റെ സുജൂദ് ചെയ്യണം. സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 സുജൂദുകൾ, ആ സുജൂദ് നിർവഹിച്ചതിന് ശേഷം സലാം വെട്ടുക. അത്തഹിയാത്ത് കഴിഞ്ഞ് സഹവിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതി സുജൂദിലേക്ക് പോകുന്നു. സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്ന ദിക്ർ ചൊല്ലി അറിയുന്നവർ വീണ്ടും ഇരുത്തത്തിലേക്ക് വരുന്നു, വീണ്ടും സുജൂദിലേക്ക് പോകുന്നു, പിന്നെ വന്ന് സലാം വെട്ടുന്നു. ഇതാണല്ലോ സഹവിൻ്റെ സുജൂദിൻ്റെ രൂപം. ഈ പറയപ്പെട്ട ഏതെങ്കിലും കാരണങ്ങളാൽ സഹവിൻ്റെ സുജൂദ് സുന്നത്താകും. സഹവിൻ്റെ സുജൂദ് മറന്നു പോകുന്നത് കൊണ്ട് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. നിസ്കാരത്തിൻ്റെ സാധുതയെ അത് ബാധിക്കുന്നില്ല. ഒരബദ്ധം വന്നു എന്നേ വരുള്ളൂ. നിസ്കാരത്തിൻ്റെ ഇടയിൽ മസ്ബൂക്കായി തുടരുന്ന മഅ്മൂം, അയാൾ ഇമാമിൻ്റെ സുജൂദിന് വേണ്ടി സഹവിൻ്റെ സുജൂദ് ചെയ്യണം. കാരണം അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇമാം സഹവിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ അയാളും ചെയ്യണം. ശേഷം 2 റക്അത്തോ 1 റക്അത്തോ കഴിഞ്ഞ് അയാളുടെ അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അയാൾ വീണ്ടും സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. 2ാമത്തെ സുജൂദ് അത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും നമ്മൾ നിർവഹിക്കുന്ന തിലാവത്തിൻ്റെ സുജൂദാണ്. വസ്ജുദ് വഖ്തരിബ് എന്നതുപോലെ സുജൂദിനെ സൂചിപ്പിക്കുന്ന പലയിടങ്ങളും ഖുർആനിലുണ്ട്. സുജൂദിനെ സൂചിപ്പിക്കുന്ന ആയത്തെത്തുമ്പോൾ അതിൻ്റെ സമാപനത്തിൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതാണ് തിലാവത്തിൻ്റെ സുജൂദ്. അത് നിസ്കാരത്തിലായിരിക്കുമ്പോൾ ഓതിക്കഴിഞ്ഞ ഉടനെ സുജൂദിലേക്ക് പോയി തിരിച്ചു വന്ന് വീണ്ടും ഖുർആൻ പാരായണം തുടരുകയാണ്.
ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ ഉടനെ കൈകെട്ടുന്നു, നിയത്ത് ചെയ്ത് കൈകെട്ടുന്നു, ഞാൻ തിലാവത്തിൻ്റെ ഓത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയത്തോടുകൂടെ കൈകെട്ടി സുജൂദിലേക്ക് പോയി ദിക്ർ ചൊല്ലി തിരിച്ചു വന്ന് സലാം വിട്ടുന്നു. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദ്. ഇനി മറ്റൊരു സുജൂദ്, അത് നിസ്കാരത്തിന് പുറത്ത് മാത്രം നമുക്ക് അവസരം ലഭിക്കുന്നതാണ്. എന്തെങ്കിലും നന്മ ലഭിച്ചാൽ, സന്തോഷമുണ്ടായാൽ, അനുഗ്രഹങ്ങളുണ്ടായാൽ നന്ദി രേഖപ്പെടുത്തുന്ന സുജൂദാണ്. അതിൻ്റെ പേര് ശുക്രിൻ്റെ സുജൂദ്, സുജൂദ് ശുക്ർ. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് വിശുദ്ധ ഖുർആൻ. ശുക്ർ രേഖപ്പെടുത്തണം എന്ന്, ശാക്കിരീങ്ങളിൽ പെടണം എന്ന് വിശുദ്ധ ഖുർആൻ അടിക്കടി ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് അനുഗ്രഹങ്ങൾക്ക് പകരമായി നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞാൻ വർദ്ധിപ്പിച്ചു തരും. ഇല്ലെങ്കിൽ നന്ദികേടിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിൻ്റെ ഏറ്റവും ലളിതമായൊരു രൂപം ശുക്രിൻ്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. വുളു ഉണ്ടായിരിക്കണം. ശുക്രിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ ശുക്രിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന നീയത്തോടുകൂടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടണം. നിസ്കാരത്തിലേതുപോലെ ഇരുന്നോ നിന്നോ അള്ളാഹു അക്ബർ, ഞാൻ ശുക്രിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതി കൈകെട്ടി ഉടനെ സുജൂദിലേക്ക് പോകുന്നു. എന്നിട്ട് സജദ വജിഹിലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു എന്ന് തുടങ്ങുന്ന തിലാവത്തിൻ്റെ സുജൂദിലും ശുക്രിൻ്റെ സുജൂദിലും ഒരേ ദിക്ർ ആണ്. ആ ദിക്ർ ശുക്രിൻ്റെ സുജൂദിലും ചൊല്ലി തിരിച്ചു വന്ന് 2 സലാം വിട്ടുന്നതോടെ ശുക്രിൻ്റെ സുജൂദിൻ്റെ രൂപം കഴിഞ്ഞു. വുളൂ വേണേ, അതുപോലെ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും വേണം. എന്നാൽ ശുക്രിൻ്റെ സുജൂദും തിലാവത്തിൻ്റെ സുജൂദും ഒന്ന് മാത്രമാണ്, സഹവിൻ്റെ സുജൂദ് 2 എണ്ണം. ഇതല്ലാത്ത ഒരു സുജൂദും ഭൂമിയിൽ അനുവദിക്കപ്പെടുന്നതല്ല. നിസ്കാരത്തിലും ഈ പറയപ്പെട്ടതുമല്ലാത്ത സുജൂദ് പാടില്ല എന്നുള്ളതാണ് അത് സുജൂദിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നത്. ഇങ്ങനെ ധാരാളം സുജൂദുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് വിശുദ്ധ റമദാൻ. കാരണം 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ 20 റക്അത്തുള്ള തറാവീഹിൽ 40 തവണ സുജൂദിനുള്ള അവസരമുണ്ടാകുന്നു. വിത്റിൽ വീണ്ടും ധാരാളം സുജൂദിന് അവസരമുണ്ട്. മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ശേഷം നിസ്കരിക്കുന്ന റവാത്തിബുകളിലും മുമ്പുള്ള റവാത്തിബിലും രാത്രി എണ്ണമറ്റ നിസ്കാരം പറ്റുന്ന സാധ്യമായ തഹജ്ജുദിലുമൊക്കെ എത്ര സുജൂദിനുള്ള അവസരമാണുള്ളത്. അള്ളാഹുമായി ഒരു അടിമ എപ്പോഴും രഹസ്യ സംഭാഷണം ഉണ്ടാവണം. നോമ്പ്, ഖുർആൻ പാരായണവും നിസ്കാരവും ഒക്കെ നമ്മൾ ഡേ ടൈമിൽ പലരും കാണാൻ സാധ്യതയുള്ള അമലുകളായി നിർവഹിക്കുന്നതാണ്. എപ്പോഴും നമുക്ക് ഓരോ ദിവസവും ഒരു കുറഞ്ഞ സമയമെങ്കിലും യജമാനനായ രാജാവായ അള്ളാഹുമായി വളരെ അടുത്ത് സ്വകാര്യമായി സംഭാഷണം നടത്താനുള്ള അവസരം വേണ്ടേ? അങ്ങനെ ലഭിക്കുന്നൊരവസരമല്ലേ നമ്മുടെ സുജൂദ്? സുജൂദിൽ അറബിയിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നത് ശരിയാണ്. ഓരോ സുജൂദിൻ്റെ സ്ഥാനങ്ങളും നമുക്ക് പരലോകത്ത് സാക്ഷിയാണ്. സുജൂദ് ധാരാളം വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് പാതിരാവിലെ തഹജ്ജുദിൻ്റെ സമയം, മറ്റു നിസ്കാരങ്ങൾ. അങ്ങനെ വർദ്ധിപ്പിച്ച് സുജൂദിൻ്റെ ഏറ്റവും വലിയ മഹത്വം, സ്ഥാനവും പ്രതിഫലവും കൊയ്യുന്നവരിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കാൻ ഈ റമദാൻ നമുക്ക് വേദിയാവേണ്ടതുണ്ട്. അതിനല്ലാഹു തുണക്കട്ടെ, തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വീണ്ടും കാണാം. എല്ലാവിധ ഭാവുകങ്ങളും. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.